ഹലോ ഗായ്സ്, വെൽക്കം ടു റിയൽ ടോക്ക്. സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമന്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് വാട്ട് ഈസ് എത്തീരിയം. അപ്പോൾ എത്തീരിയത്തിനെ പറ്റി ഒരുപാട് ന്യൂസുകൾ നമ്മുടെ സറൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഞാനിപ്പോൾ എത്തീരിയം വാങ്ങണോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ടോക്കൺ എന്താണ് പൊട്ടൻഷ്യൽ ഉള്ളത് എന്നുള്ള ആൾക്കാർക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇതിൽ എന്താണ് നടക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ ഇത് എത്രത്തോളം പ്രൈസ് വരാം, ഇതിൽ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണ്, ഇനി ഫ്യൂച്ചറിൽ എന്താണ് അവർ അടുത്ത സ്റ്റെപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബിറ്റ്കോയിനെ പോലെ തന്നെ ETHനും എന്തുകൊണ്ടാണ് അത്രത്തോളം ആൾക്കാർ സൂക്ഷ്മയോടെ ഈ ഒരു ടോക്കണെ അല്ലെങ്കിൽ ഒരു കോയിനെ നോക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ഓഫ് ETH ആണ് കിട്ടുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആൾക്കാർക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത്, ഇല്ലെങ്കിൽ ഞാനൊരു സാധാരണക്കാരായ കാരണം ഞാൻ സാധാരണ രീതിയിൽ തന്നെയായിരിക്കും പറയുക. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്രിപ്റ്റോടൊക്കെ ഭയങ്കര എഡ്യൂക്കേഷണൽ ടേംസ് ആൻഡ് ഈ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ വല്ല തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം. അതേപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു ETH ഇപ്പം നിങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോഷൻ അല്ല, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറും ഞാനല്ല. ഇത് എല്ലാ കണ്ടന്റും എഡ്യൂക്കേഷനിൽ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് എനിക്ക് കുറെ തെറി കിട്ടും എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽ ഇല്ലെങ്കിൽ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ETH എന്താണ്, എന്തുകൊണ്ടാണ് ETH നമുക്ക് കൂടുതൽ ഇപ്പോൾ കുറേ ആൾക്കാർ നോക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ടത് BTC നമുക്ക് എല്ലാവർക്കും അറിയാം. BTCനെ പറ്റി അറിയാത്ത ആൾക്കാരേ ഇല്ല. അപ്പോൾ BTCയും ETHും ഒരേപോലെയുള്ള കോയിനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും BTC എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന ക്രിപ്റ്റോ ആണ്. അങ്ങനെയുള്ള കുറേ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ETHും അതേപോലെ തന്നെ ഒരു ക്രിപ്റ്റോ കോയിൻ അല്ലേ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുന്നത്. BTC എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ അസറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഗോൾഡ് ആണ്, നമ്മുടെ ലോകത്തിലേക്ക് ആദ്യം വന്നിട്ടുള്ള ക്രിപ്റ്റോ കോയിൻ ആണ് എന്നുള്ളൊരു BTC കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു BTC നമ്മൾ ഉപയോഗിക്കുന്നത് അയക്കാനും സ്റ്റോർ ചെയ്യാനും വിൽക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇതിന് ഫ്യൂച്ചർ ഒരുപാട് കുറവായ കാരണം ഇത് ആൾക്കാർ ഒരുപാട് മേടിച്ച് വെക്കുന്നു, ഒരു മാർക്കറ്റ് വാല്യൂ കൂടുമ്പോൾ അത് വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് BTCയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. പക്ഷേ BTCയും അതേപോലെ തന്നെ എത്തീരിയം എടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടെ ഈ ഒരു BTC എന്ന് പറഞ്ഞിട്ടുള്ള കോയിന്റെ കാര്യങ്ങൾ മറന്നേക്കണം. ETH എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വ്യത്യാസമുള്ളത് എന്നുള്ളൊരു കാര്യമായിരിക്കും ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ 2013 വിറ്റ്ലാക്ക് എന്ന് പറയുന്ന ഒരു യങ് മാൻ, നിങ്ങൾ ആ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമേ വരില്ല, എങ്ങനെ ഒരാളാണോ ETH ഉണ്ടാക്കുന്നത്, അയാൾ ഒരു ബില്യനെയർ ആണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നും, ഡൗട്ട് തോന്നും. അപ്പൊ അയാൾ തന്നെയാണ് ഇങ്ങനെ ഒരു എത്തീരിയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതൊരു ടോക്കൺ മാത്രമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ബിറ്റ്കോയിൻ ആയിട്ട് കമ്പയർ ചെയ്യരുത്. അപ്പൊ ഇതൊരു ടോക്കൺ മാത്രമല്ല, നമ്മുടെ ലോകത്തുള്ള എത്ര മിനി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ചാക്കി ഒരു സൂപ്പർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്താണ്, അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ETH എന്ന് പറയുന്നത്. അപ്പൊ ETHൽ നമുക്ക് പണമിടപാടുകൾ മാത്രമല്ല, ETHൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെഫി ആയിക്കോട്ടെ, ഡീസെൻട്രലൈസ് ആയിട്ടുള്ള ആപ്പുകൾ ആയിക്കോട്ടെ, ഫ്യൂച്ചറിൽ വരുന്ന NFTs ആയിക്കോട്ടെ, അതേപോലെ തന്നെ DApps ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് വഴി നമുക്ക് എന്താണ് ബിൽഡ് ചെയ്തെടുക്കാം, ഈസി ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പൊ റീസെന്റ് വന്നിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ എന്തുകൊണ്ടാണ് ETH തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്താണ് ഭയങ്കര അധികം ഡൗട്ടാണ്, എന്താണ് സ്മാർട്ട് കോൺട്രാക്ട് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വെൻഡിങ് മെഷീൻ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് പൈസ കൊടുത്തിട്ട് ആ പൈസ കൊടുത്തുള്ള ഒരു സ്നാക്ക്, നിങ്ങൾക്ക് വേണ്ട സ്നാക്ക് നിങ്ങൾ എന്താണ് അതിൽ തിരിച്ചെടുക്കുകയാണ്, ഇല്ലെങ്കിൽ നമുക്ക് അവർ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം മാത്രമായി കിട്ടണം. അപ്പൊ ആ ഒരു വെൻഡിങ് മെഷീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു അപ്ലിക്കേഷൻ, അതിൽ നിയമങ്ങളും എല്ലാ കാര്യം, കാശ് കൊടുത്താൽ ഈ സാധനമാണ് അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെയുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ടർ ആണ്, ഇല്ലെങ്കിൽ നമുക്ക് അതേപോലെയുള്ള ഒരു വെൻഡിങ് മെഷീനാണ് ETH. നമ്മൾ ഇവിടുന്ന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെഷീൻ്റെ ഉള്ളിലായിട്ടുള്ള പല നിയമങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് ETH തന്നെ തിരിച്ച് വരിക, ഇല്ലെങ്കിൽ തിരിച്ച് കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ETHന്റെ വേറൊരു ഗുണവും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചില സമയങ്ങൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ETHന്റെ ഒരു ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ ആയിരിക്കും. അപ്പോൾ ആൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നൈറ്റ് ഒക്കെ വളരെയധികം ഹൈ ആയിട്ടുള്ള ഗ്യാസ് ഫീ ആണ് നമുക്ക് കൊടുക്കേണ്ടി വരിക എന്നുള്ളൊരു കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഹൈ ഗ്യാസ് ഫീ എന്ന് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ആ ടോക്കണിൻ്റെ ആ ഒരു ഗ്യാസ് ഫീ ബേൺ ആയി പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബേൺ ആയി പോകുമ്പോൾ ഇതിൻ്റെ ഒരു സപ്ലൈ കുറയും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു സപ്ലൈ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസപ്ഷൻ എനർജി 99.90% എന്ന് കുറവാകും എന്നുള്ളൊരു കാര്യം 2022 തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അവർ എന്താണ് ചെയ്തിട്ടുണ്ട്
ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് എന്താണ് ഒരുപാട് ടോക്കൺ ഇത് ബേൺ ആയി പോവും. അങ്ങനെ ഒരുപാട് ടോക്കൺ ബേൺ ആയി എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വാല്യൂ കൂടാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പൊ ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമുക്ക് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡി ആപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്കോ സിസ്റ്റം ഗ്രോത്ത് ചെയ്യാൻ പറ്റും. ആ ഒരു എക്കോ സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ ഒരു ഡീസെൻട്രലൈസ് ആപ്പും ഡെഫിയും NFT അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പൊ റീസെന്റ് തന്നെ ഇതിനൊരു എക്കോ സിസ്റ്റം ആൾക്കാർ ഒരുപാട് എന്ത് ചെയ്യാൻ തുടങ്ങി, യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഫ്യൂച്ചർ ഇന്റർനെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇതിൽ ഒരുപാട് അപ്ലിക്കേഷനും ഒരുപാട് കമ്പനികളും ഇതിൽ എന്ത് ചെയ്യുന്നത്, ആപ്പ് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ആപ്പ് ബിൽഡ് ചെയ്യുക ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യേ ഇതിന് ഒരുപാട് ഗ്യാസ് ഫീ കൊടുക്ക ഒരുപാട് എക്കോസിസ്റ്റം വളരെ ഈ ഒരു ടോക്കൺ എന്താണ് വളരെയധികം ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ചലഞ്ചസ് ഇല്ലേ ബ്രോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചലഞ്ചസ് ഉണ്ട്. എന്താ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഗ്യാസ് ഫീ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരുപാട് ടോക്കണുകൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ സൊലാന, കാർഡോണ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയൊക്കെ വളരെയധികം ഗ്യാസ് ഫീ കുറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചലഞ്ചസ് ഒക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റിനുള്ളത്. അതേപോലെ തന്നെ റീസെന്റ് എന്തുകൊണ്ടാണ് ഈ ഒരു ETH എന്ന് പറയുന്നത് വളരെയധികം ഹൈപ്പ് കൂടിയത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെഞ്ചേഴ്സ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഒരു ETHന്റെ വൈറ്റ് പേപ്പർ വായിക്കുന്ന ഒരു ഫ്യൂച്ചറിൽ എന്താണ് ഒരുപാട് ആപ്പുകൾ ഇതിൽ ഒരു ഫ്യൂച്ചർ ഇന്റർനെറ്റ് തന്നെ ആയി മാറാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഫണ്ടുകളാണ് ഈ ഒരു ETHൽ ഇട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു വാല്യൂ കൂടി. അതേപോലെ തന്നെ ഏതൊരു ടോക്കൺ എടുത്താലും നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റ് അനുസരിച്ചിട്ട് അതിനൊരു വാല്യൂ വരും. ബിറ്റ്കോയിൻ വാല്യൂ കൂടി എന്ന് പറഞ്ഞാൽ ETH വാല്യൂ കൂടും. അതേപോലെ തന്നെ താഴെയുള്ള ഏതൊരു ആൾക്കോയിൻ ആയാലും വാല്യൂ കൂടും എന്നുള്ളൊരു കാര്യം കൂടി ഇങ്ങനെയുള്ളൊരു കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ റീസെന്റ് ആണ് ഈ ഒരു ETHന്റെ 10 വർഷം അവർ തികച്ചത്. അപ്പൊ ഈ ഒരു 10 വർഷം തികച്ചപ്പോൾ അവർക്ക് കൂടുതൽ ഹൈപ്പ് വീണ്ടും കൂടി. ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിക്കാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. മേ ബി ഇപ്പൊ എന്റെ ഒരു വീഡിയോയും കൂടി സെർച്ച് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടാവും ETHന്റെ കാര്യം. അപ്പൊ ഈ ഒരു എല്ലാ പോസിറ്റീവും ഞാൻ പറഞ്ഞു തരുന്നു, ഇത് വാങ്ങി വെക്കി എന്നല്ല. നിങ്ങൾ ഇപ്പൊ എവിടെ നിന്ന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പല ചാനലിലും പല ഇൻഫർമേഷൻ എടുത്ത് നിങ്ങൾ ഓൺ റിസർച്ച് ചെയ്ത് ETHൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തത്. ഞാനൊരു കഴിഞ്ഞ 3 മാസം മുമ്പ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ETH $1,800 $above ആയി കിടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്വാർട്ടർലി 1 to 2025 നമുക്ക് ഈ ഒരു ETH എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ കൂടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ 2025 എൻഡ് ആവുമ്പോഴേക്കും ഇതിന് $7,000 ഒക്കെ ആവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ മാത്രമല്ല പറയുന്നത്, ഒരുപാട് എക്സ്പേർട്സുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇത് ലോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ETH ഏറ്റവും കൂടുതൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഹൈപ്പ് വരുമ്പോൾ വളരെയധികം പ്രോഫിറ്റ് കിട്ടുക. അല്ലെങ്കിൽ കഴിഞ്ഞൊരു വർഷത്തെ ഒരു ആൾ ടൈം ഹൈനേക്കാളും ഇപ്പൊ ഒരു ആൾ ടൈം ഹൈ വീണ്ടും റീച്ച് ആവാൻ നിൽക്കുന്ന ഒരു കോയിൻ കൂടിയാണ് ETH എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അതേപോലെ തന്നെ ഇത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ മാത്രം ചെയ്യുക. എനിക്ക് അറിഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പല ചാനലും റെഫർ ചെയ്യാം, എല്ലാ കാര്യങ്ങളും നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ അടുത്ത ഏതൊരു കോയിൻ ആണോ നിങ്ങൾക്ക് ഈ ഒരു കോയിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ ഫ്രീ ആയിട്ട് ഒരുപാട് എയർ ഡ്രോപ്പുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രിപ്റ്റോ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു ലൈക്ക് തരാനും ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.